ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്തൊക്കെ വിശേഷം? പെരുന്നാളൊക്കെ വരില്ലേ? എവിടൊക്കെ വരായി പെരുന്നാൾ? ഗൾഫിലൊക്കെ ഒരു ദിവസം മുമ്പാവും പെരുന്നാൾ, അവർക്ക് ഒരു ദിവസം മുമ്പ് നോമ്പായില്ലേ, അതുകൊണ്ട്. പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇന്നലെ ഒരു ന്യൂസ് കണ്ടതാട്ടാ. അതിൽ പഴങ്ങൾ വില കുറവുണ്ടായിട്ടും വാങ്ങാൻ ആളില്ല. പഴങ്ങൾക്ക് നല്ല വില കുറവാണ്, അപ്പോൾ എന്നിട്ടും വാങ്ങാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് നഗരത്തിലെ കാഴ്ചയെന്നും പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം പഴങ്ങൾക്ക് എന്തിനാണ് വില കുറവുള്ളത്? 240, 260 ആപ്പിൾ വില. മുസമ്പി അത്രയും വില ഉണ്ട്, പൈനാപ്പിൾ വില ഉണ്ട്, നേന്ത്രപ്പഴം 80, 90 അവിടെ ഉണ്ടായിരുന്നു. ഒരു നിസ്സാരം 2-3 സാധനം മേടിച്ചപ്പോൾ തന്നെ 1000 രൂപ. ഒരു നോമ്പറക്കലുണ്ടായിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ തന്നെ 1000 രൂപയായി. അതിലിപ്പോൾ വില കുറവുള്ളത് തണ്ണിമത്തൻ മാത്രമാണ്. അത് പിന്നെ സമൃദ്ധി വരുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട് തണ്ണിമത്തൻ വില കുറവാണ്. മാത്രമല്ല, നമുക്ക് തണ്ണിമത്തൻ വില കുറവാച്ചിട്ട് കുറേ വാങ്ങാനും പറ്റില്ല. കാരണം ഈ നട്ടാറ് വെയിലത്താണ് കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയിട്ടുള്ളത്. ഈ പകലന്തിയോളത്തെ ഈ പൊള്ളുന്ന വെയിൽ ഈ തണ്ണിമത്തൻ കൊള്ളുകയാണ്. എന്നിട്ട് അതും അതിൻ്റെ ഉള്ളിൽ കിടന്ന് വാടിയിട്ട് നമുക്കത് കൊടുന്ന് മുറിച്ച് നോമ്പറക്കുന്ന നേരത്തൊരു വാടല ചൊവയാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അതൊന്നും നോക്കില്ല, തണ്ണിമത്തനായാൽ മതി. ഞാൻ കളറൊന്നും നോക്കില്ല, അതിന് കളറുണ്ടോയെന്ന് നോക്കില്ല, മധുരം ഉണ്ടോയെന്ന് നോക്കില്ല, വാടിയതാണെന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് തണ്ണിമത്തനായ ഞാൻ കണ്ടാൽ മതി. ഞാൻ നല്ലോണം കഴിക്കുക സാധനം. അതിൻ്റെ രസം രുചിയൊന്നും നോക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ടാവും. ഈ വെയിലത്തിട്ട് വാടിയിട്ടുള്ള തണ്ണിമത്തൻ വാങ്ങിക്കൊണ്ടിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റാതെ. അതേപോലെ ഞാൻ ഒരു കട ചെന്നപ്പോണ്ട് തണ്ണിമത്തൻ മുറിച്ചിട്ട് കവറിലാക്കി കെട്ടി വെച്ചിക്കണം. അപ്പം ഞാൻ ഇതെന്തെങ്ങനെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരാൾ കൊണ്ടുപോയിട്ട് കളറില്ല പറഞ്ഞിട്ട് മടക്കി കൊടുന്നാന്ന് പറഞ്ഞിട്ട് ഒരു റോസ് കളറായിട്ടുള്ള ചുവപ്പ് കളറായിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു മനസ്സിലൊരു വിഷമം തോന്നിയിട്ടാ. അത് കൊണ്ടുവന്നത് വേറെ ആൾ, വാങ്ങി വെച്ചത് കടക്കാരൻ. എനിക്കിപ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്കത് വിഷമം തോന്നിയപ്പോൾ തണ്ണിമത്തൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് കിരണ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനായിരുന്നു കേട്ടോ. ആ ചെറുത് വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മളത് ഒരു കിട്ടൂലേ എന്നുള്ള 2 ഇതിൽ വേണ്ടത് വാങ്ങേണ്ടി വരും. അത് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അത്ര കളറും ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. ആ സാധനത്തിന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആ സാധനത്തിന് മാത്രമാണ് വില കുറവുണ്ടായത്. ബാക്കി എല്ലാ സാധനത്തിനും 100, 150, 200. ജ്യൂസ് മുന്തിരിയൊക്കെ 100ആയിരുന്നു തുടക്കത്തിൽ നോമ്പിൻ്റെ. പിന്നെ ഇപ്പം എന്താണ് തുടക്കത്തിൽ 2 ദിവസം വാങ്ങിച്ചാണ്, പിന്നെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്രയും വിലയാണ് എല്ലാ സാധനത്തിനും. എന്നിട്ട് ന്യൂസ് ചാനലുകൾ പറയാം അത്രയും വില കുറവുണ്ടായിട്ടും സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാത്തോടെ ഈ റമദാൻ മാസമൊക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാത്ത ഒരു വീടും ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് വീടുകളൊക്കെ ചിലപ്പോൾ കഴിവില്ലാത്തവർ വാങ്ങാതെ ഉണ്ടാവും. നല്ല ഫ്രൂട്ട്സിന് ചിലവുള്ള മാസം തന്നെയാണ്. പക്ഷെ കച്ചവടക്കാർ കൂടി, അതാണ് ഉണ്ടായത്. ആർക്കും കിട്ടാത്തൊരവസ്ഥയിലായി. എല്ലാവരും കച്ചവടക്കാരാണ്. സീസൺ കച്ചവടക്കാരുണ്ട്. മാങ്ങക്കാലായ മാങ്ങ കച്ചവടം ചെയ്യുക, ചക്കക്കാലായ ചക്ക കച്ചവടം ചെയ്യുക, പുളിയുടെ കാലം വന്നാൽ പുളി കച്ചവടം ചെയ്യുക. അതേപോലെ റമദാൻ മാസം വരുമ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കച്ചവടം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ സാധാരണ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അല്ല ഈ സീസണാകുമ്പോൾ ഉണ്ടാവുക. ഈ സീസണാകുമ്പോൾ ഇഷ്ടം പോലെ ഈ തെരുവുകളിലൊക്കെ വണ്ടി 4 ചക്രമുള്ള വണ്ടി ഇട്ടിട്ടും തട്ട് കെട്ടിയിട്ടും ഒക്കെ ഇട്ട് ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കുറച്ച് എല്ലാവരും വാങ്ങുമ്പോൾ പിന്നെ എല്ലാവർക്കും കിട്ടാത്തൊരവസ്ഥ.
എല്ലാവർക്കും കുറച്ചിട്ട് കിട്ടും. സാധനങ്ങൾ ആൾക്കാർ വാങ്ങാഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് സംഭവം. എന്താ വെച്ചെങ്കിൽ ഈ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, സാധനങ്ങളും വരുന്നുണ്ട്. ഇഷ്ടം പോലെ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൃദ്ധി സാധനങ്ങൾ വരണ്ടേ. അപ്പോൾ സാധനങ്ങൾ സമൃദ്ധി വരുന്നുണ്ട്. പക്ഷെ ഈ വില കൂടുന്നത് സാധനങ്ങൾ വരാത്തതുകൊണ്ടല്ല വില കൂടുന്നത്. ചിലപ്പോൾ ഈ സീസണിൽ ഈ സീസണിലേ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലുള്ള കച്ചവടമാണ്. അപ്പോൾ അപ്പോഴേ 10 രൂപ 20 രൂപ കൂടുതൽ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നത് കൊണ്ടാണ് വില കൂടുന്നതും. സാധനങ്ങൾ ചിലവില്ല തോന്നണത് അതാണ്. ചിലവില്ല. ഞങ്ങൾ നിരക്കിയ സാധനം മുഴുവൻ വിറ്റില്ല. പഴവർഗ്ഗങ്ങളൊക്കെ അന്നാന്ന് വിറ്റ് പോകണമല്ലോ. പഴം പച്ചക്കറിയൊക്കെ അന്നാന്ന് വിറ്റ് പോകേണ്ട സാധനമല്ലോ, മീൻ ഇറച്ചിയൊക്കെ. അപ്പോൾ ഇതാണ് സംഭവം. എല്ലാവരും അന്ന് കച്ചവടക്കാരാവും, ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ടാവും. ഒരു പെരുന്നാളായാലും പിന്നെ എന്താ പറയുക, സാധാരണ ആഴ്ച തോറും ഇറക്കണവർ മാത്രമല്ല ഇറക്കുക. സ്പെഷ്യലായിട്ട് ആൾക്കാർ അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ആടിനെ ഇറക്കണുണ്ടാവും. അപ്പം അന്നത്തെ ആ ഒരു ചിലവ് കണ്ടിട്ടാണ് അതിന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരേന്ന് വാങ്ങും, അവരേന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങും. അപ്പോൾ അങ്ങോട്ട് ചിലത് ഇല്ലാണ്ടാവും. അപ്പോൾ അവർക്കത് കുറയും. അപ്പോൾ അതാണ് ഉണ്ടാവുന്ന സംഭവങ്ങൾ. പിന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കച്ചവടത്തിലേക്ക് ഇറങ്ങണം. ആർക്കും ശരീരം ഇളങ്ങിയിട്ട് എന്തെങ്കിലും ഒരു അധ്വാനിക്കാൻ മടിയാണ് ആൾക്കാർക്ക്. എന്നാലും നല്ല ജോലി ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യാം. അല്ലാതെ പണ്ടത്തെ പോലെ ആൾക്കാർ എന്തെങ്കിലും അധ്വാനിക്കാൻ പോകുന്ന ഒരു ഇതില്ല ഇപ്പോൾ. പിന്നെ കുറേ പ്രവാസികളൊക്കെ എന്താ പറയുക, ഗൾഫിൽ നിന്നിട്ട് പ്രായമായി പിന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ശരീരത്തിനെ കൊണ്ട് വലിയ അധ്വാനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കധികം കുടുംബം മക്കളും ഭാര്യയും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അവരവരുടെ ജീവിതവും കഴിയണ്ടേ. അപ്പോൾ ഈ പ്രവാസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ 60 വയസ്സുകാർ നിന്ന് അധ്വാനിച്ച് വന്നാൽ നാട്ടിൽ കടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവരേത്തൊന്നും സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. ഇനിയുള്ള കാലം വീട്ടിലിരുന്ന് ജീവിക്കാമെന്ന് ഇരുന്ന് ഒന്നിനും പോവണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കാനുള്ള ഒരവസ്ഥയൊന്നും അപ്പം ഉണ്ടാവില്ല. അപ്പോൾ അവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുകട ഇട്ടിട്ടും ചെറിയ ഫ്രൂട്ട്സ് കട ഇട്ടിട്ടും കുറച്ച് പച്ചക്കറി അങ്ങനെയൊക്കെ തന്നെയാണ് അവരും ചെയ്യണത്. അപ്പം എല്ലാവരും അതന്നെ. പിന്നെ പെണ്ണുങ്ങളും വീട്ടിലിരിക്കുന്നില്ല. കുറേയൊക്കെ പെണ്ണുങ്ങളും ഈ പറഞ്ഞ പോലെ കച്ചവടമായിട്ടും ഇതായിട്ടൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത പണ്ടത്തെ എന്നെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ സാഹചര്യത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കച്ചവടം തന്നെ, പൊരിച്ച പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, മാക്സി വിൽക്കുക, അങ്ങനെ വീടുകളിൽ കൊണ്ട് വെക്കുക, അങ്ങനത്തെ ഒക്കെ. കാരണം അപ്പോൾ വീടുകളിൽ കൊണ്ട് വെക്കുമ്പോൾ അതും കടകളിൽ വിൽക്കുമ്പോൾ അവർ വാങ്ങും. അതും കടകളിൽ വന്ന് വാങ്ങണത് കുറയുന്നല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ കാര്യം. വാങ്ങാൻ ആളില്ല. പിന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ പഴുത്തതൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പം മാങ്ങക്ക് ടോപ്പ് വില ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ മാങ്ങ നോക്കിയില്ല, എന്താ വില ചോദിച്ചില്ല, മേടിച്ചിട്ടില്ല. എന്തായാലും ഒരു 80 രൂപ ഒക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പോൾ ഒരു മാങ്ങക്ക് 100 രൂപ ഒക്കെ ഉണ്ടാവും. മാങ്ങ പഴുത്തൊക്കെ വരണ സീസൺ ആവണല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ അവിടെ വന്നിരിക്കുന്ന കടകളിലൊക്കെ ഇരിക്കുന്ന കാണാറുണ്ട്. വില ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ മാങ്ങയുടെ കാലം അങ്ങനെയാണ്. പിന്നെ ചക്കയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ചക്ക കടകളിൽ വിൽക്കുന്നില്ല. ഇവിടെയൊക്കെ ചക്ക സമൃദ്ധിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചക്ക അങ്ങനെ കടകളിലൊന്നും വിൽക്കൂല തോന്നുന്നു. കടകളിലൊന്നും കാണുന്നില്ല. പിന്നെ അതൊക്കെ ചക്ക ഇല്ലാത്ത ഏരിയകളിലൊക്കെയാണ് ചക്കയുടെ കച്ചവടം ഉണ്ടാവും. അതും ഇപ്പോൾ സീസണാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു ചക്ക ഇവിടെ നിന്ന് 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഒരു ചക്ക കൊണ്ടുപോയിട്ട് അവിടങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് 100 രൂപ 150 രൂപയ്ക്കൊക്കെയാണ് ഓരോ ചക്ക കൊടുക്കുന്നത്. അതുണ്ട്. അങ്ങനെയുള്ള കച്ചവടങ്ങളുണ്ട്. പിന്നെ ഈ കച്ചവടം പറഞ്ഞാൽ ഇവിടെ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അതിന് തൊട്ടപ്പുറത്ത് കൊടുക്കുന്ന മറ്റൊരാൾ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ ഏതാ പുതിയ കട അങ്ങോട്ട് പോകുന്നൊരു ടെൻഡൻസിയാണ് ആൾക്കാർക്ക്. അങ്ങനത്തെ ഒരു സ്വഭാവം കാണുന്നുണ്ട്. പുതിയ കട വന്ന് എവിടെ ഒരു പുതിയ കട വന്ന് അങ്ങോട്ട് വിടുന്ന ഒരവസ്ഥ. അപ്പോൾ പഴയ കടയ്ക്ക് പിന്നെ പോവില്ല. അവരെന്താ പറഞ്ഞു വെച്ചെങ്കിൽ പഴയ കടയിൽ പഴയ സാധനങ്ങളാവും, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാവും, നാശമായ സാധനങ്ങളാവും. പുതിയ കടയിൽ പുതിയത് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വാങ്ങാൻ പോകും.
ആ കട ഒരു 4-5 മാസം ഓടി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേന് അപ്പുറത്ത് പുതിയ വേറെ ഒന്ന് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ അങ്ങോട്ട് ഓടും. അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ചെറിയ ഒരു പലചരക്ക് സാധനങ്ങളുടെ ഒരു കട പോലെ തുടങ്ങി. കട വലിയ കട ആക്കിയിട്ടൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ കൊടുന്നിച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കുറേശ്ശെ കൊടുത്തിട്ട് അങ്ങനെ കച്ചവടമായിട്ട് ഇങ്ങനെ പോയിരുന്ന സമയം. ആ സമയത്താണ് തൊട്ടപ്പുറത്ത് നല്ലൊരു കട വന്നത്. നല്ലൊരു കട എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു അവർക്കൊരു കുറച്ച് ചെറിയൊരു അവരുടെ വീട്ടിൽ തന്നെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ സെറ്റാക്കി നല്ല ഭംഗിയിൽ എല്ലാ സാധനങ്ങളുമായിട്ടുള്ള എല്ലാ കടകൾ നല്ല ഒരു ഇതിൽ ഒരു കട അവർ തുടങ്ങി. അപ്പം എന്തായി, അപ്പം എൻ്റെ അടുത്തേക്ക് വന്നേന്ന് 4-5 പേര് എൻ്റെ അടുത്തേക്ക് വന്നേന്നുള്ളൂ. അതുകൂടി ഇല്ലാണ്ടായി. അപ്പോൾ എൻ്റെ കടകളെ പൂട്ടി. അപ്പം ഇപ്പം അവരാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് അപ്പം എന്നോട് വന്ന് ചോദിക്കും ചിലർ, ഈ എന്താ കച്ചവടം നിർത്തിയെന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ അടുത്ത് വാങ്ങാൻ വരാതിരുന്ന ആൾക്കാരിന് ചോദിക്കണം ഈ എന്തേ കച്ചവടം നിർത്തിയെന്ന്. അപ്പം ഞാൻ പറയണത് ഞാനിപ്പോൾ അവരവിടെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് കച്ചവടം ഇല്ല, എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആരും വരുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയുന്നത് അവരെ കടയിൽ പോയാലേ എല്ലാ സാധനവും വാങ്ങിയിട്ട് വരാം, ഒന്നും നമുക്ക് പിന്നെ വേറൊടുത്ത് പോയി വാങ്ങണ്ട, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാം. എൻ്റെ അടുത്തേക്ക് വന്നാൽ ഒന്നുണ്ടാവില്ല. ഞാനാണെങ്കിലോ അങ്ങനെ സ്ഥിരമായിട്ട് ചിലവാകുന്ന ആ സാധനങ്ങൾ മാത്രം ഞാൻ കൊണ്ടു നിൽക്കുന്നുള്ളൂ. അതായത് പിന്നെ ചായപ്പൊടി, പഞ്ചസാര, അതേപോലെ അരിപ്പൊടി, കോഴിമുട്ട, അലക്കണ സോപ്പ്, കുളിക്കണ സോപ്പ്, അതൊക്കെ സ്ഥിരം ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് മാത്രമാണ് കൊണ്ടു നിൽക്കണം. അല്ലാതെ കുറേ വേറെയുള്ള മറ്റുള്ള സാധനങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുന്ന ആ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടു നിൽക്കാറില്ല. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു കുറച്ച് തുച്ഛമായ പൈസ കൊണ്ട് ഇങ്ങനെ ചെയ്തു മാത്രം. അപ്പം എന്നാലും അതെനിക്ക് എൻ്റെ നിത്യച്ചിലവ് അതുകൊണ്ട് കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ ഇപ്പം അവരവിടെ തുടങ്ങിയപ്പോൾ അവരെന്നെ കടക്കാരെ അവർ തുടങ്ങിയതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ജീവിതമാർഗം നോക്കുന്നു. പക്ഷെ വാങ്ങിക്കുന്ന ആൾക്കാരെ ചിന്താഗതിയാണ് അങ്ങനെ സംഭവിച്ചു പോണത്. ഇപ്പോൾ ഞാൻ കച്ചവടം ചെയ്യണില്ല, അവരവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാരവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അതായത് ഡ്രസ്സും പാത്രങ്ങളും എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അതവർ പറയുന്നത് ശരി, അവിടെ പോയാൽ എല്ലാം വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരാ, പിന്നെ വേറെ അടുത്ത് പോകണ്ട. എൻ്റെ അടുത്ത് വന്നാൽ അരിപ്പൊടി പഞ്ചസാരയും മാത്രമല്ലേ കിട്ടുള്ളൂ. ബാക്കി പച്ചക്കറിയിൽ ഞാൻ കൊണ്ടുവന്ന് കുമ്പളം, വെള്ളരി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അത് മാത്രം കൊണ്ടു നിൽക്കുള്ളൂ. പിന്നെ ഉപ്പേരിക്ക, അങ്ങനെ സാമ്പാർ കഷ്ണം അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ട് പുറത്ത് പോയി വാങ്ങണം. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നാൽ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണ്ട, അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്നാണ്ട് വിചാരിക്കട്ടെ ആൾക്കാർ. അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ നിർത്തിയതെന്ന് പറയണം. അപ്പോൾ അതാണ് കച്ചവടത്തിൻ്റെ കാര്യം. പുതിയ വരുമ്പോൾ പഴയത് പൂട്ടിപ്പോവും. അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ ഓക്കെ, ഒരിക്കൽ കൂടി റമദാൻ മുബാറക്ക്.